ഞാനിപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾ, മുളക്, മല്ലി, ഉലുവ, കുരുമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള, പുളി, കുടംപുളി വെള്ളത്തിലിട്ടത്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ച് ചൂടായി കടുക് പൊട്ടിച്ചിട്ട് നമുക്കതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഉപ്പ്, കറിവേപ്പില ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. വഴറ്റിയതിലോട്ട് നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതും ചേർത്ത് പച്ചമണം മാറി വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർത്ത് വഴറ്റിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി അതോടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അതുവരെ വഴറ്റിയിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മത്തി ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഗ്രേവിയൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഗ്രേവിയൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്രേവി ആവശ്യമാണ്. അപ്പോൾ ഇതാ സ്വാദിഷ്ടമായ മുളകിട്ട മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണേ.